Hello, Makale. Class 10 CBSE board exam one of the important chapter on some applications of trigonometry. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്റർ. ബോർഡ് എക്സാമിൽ പറയുമ്പോൾ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നിരന്തരമായിട്ട് വരുന്ന ചാപ്റ്റർ. നിരന്തരമായിട്ട് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ബോർഡ് എക്സാം ചോദിക്കാറ്. ഇതിന് പുറമെ ഒരു MCQ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാം. സോ 5+1 ടോട്ടലി 6 മാർക്സ്. മൊത്തം 6 മാർക്കിന്റെ ഒരു ചാപ്റ്റർ. അതാണ് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി ഈസി ആയിട്ട് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെയും ചില ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിലെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാണുന്ന ചാപ്റ്റേഴ്സിന്റെ പേരിനകത്ത് അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി ഉണ്ടാകും. പക്ഷേ ചില ചോദ്യങ്ങൾ, ഇവിടെ കാണുന്ന ചില ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബലൂണിന്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ തന്നെ, ബലൂൺ എല്ലാവർക്കും അറിയാമായിരിക്കും, ബലൂണിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എന്താണ് എത്രമേൽ ഡിഫിക്കൽട്ട് ആണെന്ന്. സോ ഇങ്ങനത്തെ ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. 2023 കമ്പയർ ചെയ്യുമ്പോൾ 2024 ഡിഫിക്കൽട്ട്. സോ 2023 വാസ് ഡിഫിക്കൽട്ട് ദാൻ 2024. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കണം. കാരണം 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കുറച്ചും കൂടി നിലവാരം ഉള്ളതായിരുന്നു. അത് NCERTക്ക് പുറത്തുനിന്നാണ് പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നത്. 24 വരുമ്പോൾ അവർ ഓൾമോസ്റ്റ് എന്താണ് NCERT കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിവേ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കഷനിലേക്ക് പോകുന്നു. 2023 ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും 2023 കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് നമ്മളതാണ് 2023 കുറച്ച് സെലക്ട് ക്വസ്റ്റ്യൻസ്, അത് മാത്രമല്ല 24 നമ്മൾ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. എല്ലാത്തിന്റെ മിക്സപ്പ് ആയിരിക്കും ഉണ്ടാവുക. സോ ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ചാപ്റ്റർ മാത്രമല്ല ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഇനി ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടിയുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അതെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഈ കാണുന്ന ഭാഗം കുറച്ചും കൂടി സെറ്റ് ആവാനുണ്ട്, ഇന്ന വിഷയം കുറച്ച് പേടിയുണ്ട്, അതല്ലെങ്കിൽ മോട്ടിവേഷൻ ആവശ്യം, എങ്ങനെ പഠിക്കേണ്ട അറിയാൻ നിൽക്കുന്നുണ്ടോ, എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനുള്ള റിപ്ലൈയും ഞങ്ങൾ തരുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഏതൊരു വിദ്യാർത്ഥിയും ക്വസ്റ്റ്യൻ കണ്ടാൽ ആ കാണുന്ന ക്വസ്റ്റ്യൻ വായിക്കണം. ലെങ്തിയാണ്, ശരിയാണ്, കുറെ ഉണ്ട്, ബുല്ലുസന. ബട്ട് ഒരാൾ പോലും വായിക്കാതിരിക്കരുത്. ക്വസ്റ്റ്യനിലെ ഈച്ച് ആൻഡ് എവറി സെന്റൻസ് വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യന് ഒരു ഫിഗർ എന്തായാലും ഉണ്ടാകും. ആ ഫിഗർ വരയ്ക്കലാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. സോ ഫസ്റ്റ് തിങ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, സെക്കൻഡ് തിങ് ഫിഗർ വരയ്ക്കാം. തയ്യാറായോ? എല്ലാവരും ഞാൻ വായിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു പോകും. എ ലാഡർ സെറ്റ് അഗെയിൻസ്റ്റ് എ വാൾ അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ടു ദി ഗ്രൗണ്ട്. ഒരു ലാഡർ ഉണ്ട്. അപ്പോൾ നോക്കി നമുക്ക് ഒരു വാളുണ്ട്, അതേപോലെ തന്നെ ഈ കാണുന്ന വാളുമേ ഒരു ലാഡർ അങ്ങോട്ട് ചാരി വെച്ചേക്കാം. ഞാനിത് ആ ലാഡർ അങ്ങോട്ട് ചാരി വെച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ലാഡർ, ഞാൻ ചാരി വെച്ചു. ഞാൻ ഈ കാണുന്ന ഡിസ്റ്റൻസ് കൂടി അവിടെ നിൽക്കട്ടെ ചുമ്മാ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാഡർ, ഇതാണ് നമ്മുടെ വാൾ കേട്ടോ. ആൻഡ് യു നോ അവർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് മേക്സ് 45 ഡിഗ്രി ടു ദി ഗ്രൗണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ടുമായിട്ട് നമ്മുടെ ലാഡർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 45 ഡിഗ്രി. മൂവിങ് ഓൺ, ബാക്കി വായിക്കുന്നു. ഇഫ് ദി ഫുട്ട് ഓഫ് ദി ലാഡർ ഇസ് പുൾഡ് അവേ ഫ്രം ദി വാൾ ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ. അതായത് ഇപ്പോൾ വാളിന്റെ ലാഡറിന്റെ ഫൂട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് കണ്ടോ. അവിടെ നിന്ന് ഒരു 4 മീറ്ററും കൂടിയും തള്ളി നീക്കിയതേ, ഇങ്ങോട്ട് നീക്കി. അഗെയിൻസ്റ്റ് ദി വാൾ കണ്ടോ, അഗെയിൻസ്റ്റ് ദി വാൾ എന്നൊരു വാക്ക് കാണാൻ പറ്റും. പുൾഡ് അവേ ഫ്രം ദി വാൾ, അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അവേ ഫ്രം ദി വാൾ, രണ്ടും ഓക്കെയാണ് കേട്ടോ. അവേ ഫ്രം ദി വാൾ. സോ വാളിൽ നിന്ന് കുറച്ചും കൂടി ദൂരേക്ക് ഒരു 4 മീറ്റർ ദൂരെ ഞാൻ നമ്മുടെ ലാഡറിനെ മാറ്റി. ഇപ്പൊ ലാഡർ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നത്, ഈ ഒരു പോയിന്റ് ലാഡർ നിൽക്കുന്നത് കണ്ടോ, ഈ പോയിന്റ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളിപ്പോ ഇങ്ങനെ ലാഡർ ചാരി വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഡിസ്റ്റൻസ് കൂട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലാഡറിന്റെ ഹൈറ്റും കുറഞ്ഞു വരും. ഈ കാണുന്ന ലാഡർ എന്താണ്, നേരെ വാളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടിറങ്ങി വരും. ഇങ്ങനെയാണ് ഇപ്പോൾ ലാഡർ ഉണ്ടാവുക. അതും അവർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ 4 മീറ്റർ നീട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ടോപ്പ് സ്ലൈഡ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ ഡൗൺ ദി വാൾ. അപ്പൊ ടോപ്പ് എന്താ, ടോപ്പ് 3 മീറ്റർ താഴെ വരും. ഇതാ 3 മീറ്റർ താഴെ വന്നു. അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും 3 ആണെന്ന്. സോ ആദ്യം ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് 3 മീറ്റർ താഴെ വന്നത് എങ്ങനെ താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് 3 മീറ്റർ താഴെ വരെ. സോ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് മക്കളെ 3 മീറ്റർ എന്ന് പറയുന്നത്. മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി
അതായത് ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഫൈൻഡ് ദി ഫൈനൽ ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി ഗ്രൗണ്ട് ആൻഡ് ലെങ്ത് ഓഫ് ദി ലാഡർ. അതായത് ലെങ്ത് ഓഫ് ലാഡർ ഇതാണ്, ലെങ്ത് ഓഫ് ദി ലാഡർ ഇതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ലാഡർ. ആൻഡ് ഇപ്പോൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, അതായത് ഈ കാണുന്ന ഹൈറ്റ് എത്രയാണ്, ഇതാണ് ചോദ്യം. ഞാൻ ഈ ഒരു ഹൈറ്റ് ഞാൻ ആദ്യം ഫിഗറിന് പേരിടാം. എ ബി സി ഡി ഇ. ഒരു വൃത്തിയിലല്ലേ, കുഴപ്പമില്ല, ഒന്ന് മാറ്റിനാണെങ്കിൽ എ ബി സി ഓർഡർ ഇടാം കേട്ടോ. എ ബി ഇവിടെ ബി ഇടാം, സി ഡി ഇ ഞാൻ പേരിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ക്വസ്റ്റിനകത്ത് 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് ഇവൻ, മറ്റൊന്ന് ഇവൻ. ഈ 2 എണ്ണത്തിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ എപ്പോഴും സെയിമാ. അതാരത് പറയാൻ പറ്റും, ഒന്ന് ആലോചിക്കും. ഈ 2 ഫിഗർ ഈ ട്രയാംഗിൾ നോക്കി, അതേപോലെ ഈ ട്രയാംഗിൾ നോക്കി, 2 എണ്ണത്തിലും ഒരാൾ നിങ്ങൾക്ക് എക്കാലവും സെയിം ആണെന്ന് പറയാൻ പറ്റും. മറ്റാരുമല്ല, ലാഡറിന്റെ ഹൈറ്റ്, ഈ കാണുന്ന ഹൈപ്പോട്ടനസ്. അതായത് ലാഡറിന്റെ ലെങ്ത് മാറാൻ പറ്റൂല, ഹൈറ്റ് അല്ല, ലാഡറിന്റെ ലെങ്ത് മാറാൻ പറ്റാത്തത് കൊണ്ട് ഈ കാണുന്ന ബി ഇ എന്ന് പറയുന്നതും എ ഡി എന്ന് പറയുന്നതും സെയിം ആണ്. സോ ഞാൻ എഴുതി ബി ഇ ഈക്വൽ ടു എ ഡി. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു എൽ എന്ന് വിളിച്ചു, ലെങ്ത് ഓഫ് ലാഡർ അല്ലേ, എൽ എന്ന് വിളിച്ചു, ചുമ്മാ തമാശക്ക്. ഇവിടെ ബി സി ഉണ്ട്, ഈ ബി സി കണ്ടുപിടിക്കേണ്ടത് ഞാൻ അതിനെ എച്ച് എന്ന് വിളിച്ചു, ഹൈറ്റ് അല്ലേ. സോ ബി സി ഈക്വൽ ടു എച്ച്. ഓരോ ട്രയാങ്കിൾസുമായിട്ട് എടുക്കാം. ഞാനത് ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, എ സി ഡി. കൺസിഡർ ട്രയാങ്കിൾ എ സി ഡി. എ സി ഡി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കണം എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. മക്കളെ, ഒരു സൈഡ് ഈക്വൽ ആണ്, അത് 2ലും വരുന്നുണ്ട്, അത് ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം. ഈ സൈഡാണ് വരുന്നത് 2ലും ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് കണ്ടുപിടിക്കേണ്ട സൈഡ് നമുക്കറിയാം, ഈ കാണുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഓപ്പോസിറ്റും കണ്ടുപിടിക്കാനുള്ളത് ആൻഡ് ഈക്വൽ ആയിട്ട് ആരാണ്, അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ഏതോന്നുണ്ട്, അത് വേണം ആലോചിക്കാനായിട്ട്. അതാരാ, അത് സൈൻ ആണെന്ന് അറിയാം. സോ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി, സൈൻ ഇവിടുത്തെ ആംഗിൾ 30 ഇടാം, സൈൻ 45 ആണ്. സൈൻ 45 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, ആരാ ഓപ്പോസിറ്റ്, എ സി by hypotenuse. Are hypotenuse AD. Sin 45 is the same as 1 by root 2 equal to AC. Guys, AC ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം AC എന്ന് പറയുമ്പോൾ ഇത്ര ഭാഗം h ആണ് ആൻഡ് ബാക്കിയുള്ള ഭാഗമോ 3 ആണ്. സോ ടോട്ടൽ AC എന്ന് പറയുന്നത് h+3 മീറ്റർ. ഓക്കെ, സോ ഹൈറ്റ് h മീറ്റർ കേട്ടോ. ഞാൻ എം ഒഴിവാക്കാം, എം ലാസ്റ്റ് ഇടാം, കാരണം അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയാലാ, വേറെ വേരിയബിൾ ആണെന്ന് വിചാരിക്കും, അത് മീറ്റർ ആട്ടോ വേറെ ഒന്നല്ല. അപ്പോൾ എ സി h+3 ആണ് ഡിവൈഡഡ് ബൈ എ ഡി. നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് എൽ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാലാണ് എൽ, വിച്ച് ഇംപ്ലൈസ് ഞാൻ എന്താ നേരെ ഈ കാണുന്ന എൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, എൽ ഈക്വൽ ടു √2 ടൈംസ് h+3, ഇക്വേഷൻ നമ്പർ 1. സിമിലർലി ഞാൻ രണ്ടാമത് ആലോചിച്ചു, വേറെ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അത് ഇവനാണ്, ഈ കാണുന്നത്. ഞാൻ ഇവിടെയും ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല, ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും തന്നെ. കാരണം ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് ഈക്വൽ എന്നറിയാം. ഞാൻ വീണ്ടും ആലോചിച്ചു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സെക്കൻഡ് ട്രയാങ്കിൾ ഞാൻ സൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. കൺസിഡർ ട്രയാങ്കിൾ ബി സി ഇ. കൺസിഡർ ട്രയാങ്കിൾ ബി സി. അതിനകത്ത് സൈൻ ആംഗിൾ 30 ആയി മാറി, എൻ്റെ ഓർമ്മ ശരിയാണ്, ആംഗിൾ 30 സൈൻ 30, സൈൻ 30 ഈക്വൽ ടു ബി സി. ഇതാണ് മക്കളെ, ഈ ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ 30യുടെ ഓപ്പോസിറ്റ് ബി സി ആണെന്ന് അറിയാം. ആൻഡ് ഹൈപ്പോട്ടന്യൂസ് ആരാണ്, ബി സി ബൈ ബി. സൈൻ 30 1/2 ആണ് ഈക്വൽ ടു ബി സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഹൈറ്റ് h ആൻഡ് ബി ഇ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈപ്പോട്ടന്യൂസ്, അതായത് ലെങ്ത് ഓഫ് ലാഡർ ഇറ്റ് ഇസ് സെയിം ആസ് എൽ എഴുതി, വിച്ച് ഇംപ്ലൈസ് എൽ ഈക്വൽ ടു 2h. ഇക്വേഷൻ നമ്പർ 2, എൽ ഈക്വൽ ടു 2h. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, എൽ ആണ്.
So we can equate right hand side. എന്ത് കിട്ടും? √2 times h plus 3 equal to 2h. ഞാൻ ഈ കാണുന്ന √2 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 2/√2 എന്ന് കിട്ടും. അതായത് 2 in √2 times, which implies h plus 3 equal to √2h. Okay, which implies h ഇവിടെ പോയി കഴിഞ്ഞാൽ അത് -h ആയിട്ട് മാറി. So √2h minus h, it is same as ബാക്കി 3 ഉണ്ട് 3. h കോമൺ ആയി ഞാൻ പുറത്ത് എഴുതി. സോ h into √2 minus 1 equal to 3. അതായത് h പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ നിന്നുണ്ട് 1, ഇവിടെ 1 വന്നു. സോ √2 into 1 √2 and here also 1, which implies h equal to 3 divided by √2 minus 1. ഈ √2 minus 1 നമുക്ക് താഴത്ത് കാണുമ്പോൾ എക്കാലവും പറഞ്ഞ കാര്യമാണ്, റാഷണലൈസ് ചെയ്യണം. അതായത് കോൺജുഗേറ്റ് കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ കോൺജുഗേറ്റ്? സെൻട്രലിലെ സൈൻ മാത്രം മാറ്റം, വേറെ ഒന്നും ആലോചിക്കേണ്ട. അതായത് √2 minus 1 ആണെങ്കിൽ √2 plus 1 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. സോ 3 into √2 plus 1 divided by √2 minus 1 into √2 plus 1. അത് a plus b into a minus b പോലെയാണ്. a plus b into a minus b is same as a square minus b square. അതായത് √2 into square 2 minus 1, 2 minus 1 1. ഈ താഴെ നമുക്ക് എന്ത് കിട്ടി? താഴെ 1 എന്ന് കിട്ടി. ആൻഡ് ബാക്കി എന്തുണ്ട്? 3 into √2 plus 1. So h equal to 3 times √2 plus 1. ഓടിപ്പോയി നോക്കി റൂട്ടിന് വാല്യൂ ഉണ്ടോ? റൂട്ടിന് വാല്യൂ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 1.414 ആണ് ശരിക്കും വാല്യൂ വരുന്നത്. 1.4 കൊണ്ട് നമുക്ക് നമ്മൾ ചെയ്ത് നോക്കാം. സോ 3 into 1.41 plus 1, it is same as 3 into 2.41. അതെല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 3 into 2.4 എന്ന് പറഞ്ഞാൽ ഞാനിത് നമ്മുടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നു. 3 into 2.41, it is same as 7.23. So 2.414 ആണെങ്കിൽ 2.414 into 3 ആകുമ്പോഴൊക്കെ എന്ത് കിട്ടും? ഇറ്റ്സ് അറൗണ്ട് 7.24 എന്ന് കിട്ടും. അതുകൊണ്ട് ഇതാണ് വാല്യൂ വരുന്നത്. ഇവർ നമുക്ക് എന്താണ് √2 വാല്യൂ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എഴുതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. h കിട്ടി. അതായത് ഇപ്പോൾ എന്താണ് 7.23 ഹൈറ്റിലാണ് നമ്മുടെ കോണി, നമ്മുടെ ലാഡർ നിൽക്കുന്നത്. അത് മാത്രം പോരാ, ഈ കാണുന്ന ഡിസ്റ്റൻസും വേണം. ഈ ഡിസ്റ്റൻസ് ഒപ്പിയണം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിത് ഈ ട്രയാങ്കിളിനകത്ത് ഇപ്പോൾ ഈ സൈഡ് നമുക്കറിയാവുന്നതാണ്. ടോട്ടൽ വേണ്ട അല്ല, നമുക്കിത് ഈ സൈഡ് ടോട്ടൽ അറിയാം. അതായത് h എന്താണ്? h ഇറ്റ് സെയിം ആസ് 7.23. സോ ഇത് എന്താണ്? ടോട്ടലി 10.23 എന്ന് കിട്ടി. സോ AC 10.23 ഇത് ആവശ്യമുണ്ട്. സോ tan 45 കാണാം. ഈ കാണുന്ന ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? അതും കിട്ടും 10.23 തന്നെ കിട്ടും. സോ ടോട്ടൽ എന്താണ്? അത് 14.23 വരും. ഞാൻ ഇപ്പോൾ ലോജിക്ക് ആലോചിക്കാം. ഞാൻ ഇത് വീണ്ടും ട്രയാങ്കിൾ ACD കണ്ടു. ACD അതിനകത്ത് ഞാൻ tan 45 കൊണ്ടു. ഇറ്റ് ഈസ് സെയിം ആസ് ഓപ്പോസിറ്റ് സൈഡ്, അത് AC/DC. നമുക്കറിയാം AC എന്ന് പറയുന്നത് h plus 3 ആണ്. h 7.23 ആണ്. സോ 7.23 plus 3 10.23 ഡിവൈഡഡ് ബൈ DC എന്ന് കിട്ടി. tan 45 1 ആണ്. 1 equal to 10.23 by DC, which implies DC എന്ന് പറഞ്ഞാൽ നമുക്ക് 10.23 ആണ്. അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് നമുക്ക് എന്താണ്? 10.23 എന്ന് കിട്ടി. ഈ ഡിസ്റ്റൻസ് DC ഇത് 10.23 ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 10.23 പ്ലസ് ഇതും കൂടി ചെയ്യണം 4, വിച്ച് മീൻസ് 14.23 ആണത് ഈ ഡിസ്റ്റൻസ് വരിക. ഈസി കാണാൻ പറഞ്ഞ ഈസി ആയിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത്ര മാത്രം അവിടെ നിൽക്കുന്ന ഈ ഒരു ചോദ്യം വരുന്നത്. എല്ലാവരും അത് ഗംഭീരമായിട്ട് ഈ ചോദ്യം മനസ്സിലാക്കി എന്ന് വെച്ചുകൊണ്ട് തന്നെ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. An aeroplane when flying at a height of 3000 meter, 3000 മീറ്റർ മേലെ ഒരു എയറോപ്ലെയിൻ അങ്ങട് പറക്കാം ഫ്രം ദി ഗ്രൗണ്ട്, passes vertically
above another plane at an instant when the angle of elevation of two planes from the same point on the ground are 60 degree and 45 degree respectively. എന്താ പറഞ്ഞേക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക. ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, അത് 3000 മീറ്റർ 3000 മീറ്റർ ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റിൽ പറക്കും. അതായത് ഇതേ ഒരു എയറോപ്ലെയിൻ. ഇതാ പ്ലെയിൻ അല്ല, ഇവിടെയാണ് പ്ലെയിൻ ഉള്ളത്. അത് 3000 മീറ്റർ ഹൈറ്റിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറക്ക മാത്രം ചെയ്യുന്നത്. ഇത് പറന്നുകൊണ്ട് പോകുമ്പോ നോക്കുമ്പോ ഇവിടെ ഒരു എയറോപ്ലെയിൻ ഉണ്ടായിരുന്നു. കണ്ടാ എയറോപ്ലെയിൻ ഇതിങ്ങനെ പറന്നിങ്ങനെ വന്നതേ നേരെ ഈ കാണുന്ന എയറോപ്ലെയിൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാ മേലെ കൂടെ എബവ് അനദർ പ്ലെയിൻ. ഓക്കെ, അതായത് ഒരു എയറോപ്ലെയിൻ താഴ്ത്തുണ്ട്, ഒരു പ്ലെയിൻ താഴ്ത്തുണ്ട്, അതിന്റെ മേലെ കൂടെ പറന്നു പോയി. സോ താഴത്തെ പ്ലെയിൻ അത് ഇവിടെ വരച്ചു. ഇതാണ് താഴത്തെ പ്ലെയിൻ. അപ്പൊ മേലൊരു പ്ലെയിൻ അതാണ് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരെ? താഴെയുള്ള പ്ലെയിനെ വേർട്ടിക്കലി ക്രോസ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു, വെർട്ടിക്കലി കേട്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു കേട്ടോ. ഈ കാണുന്ന രീതി വെർട്ടിക്കൽ ക്രോസ് ചെയ്യുന്നു കേട്ടോ. ക്രോസ് ചെയ്തു. ആ സമയത്ത് താഴെ നിന്ന് ഒരു ചുള്ളൻ ഇത് കാണുന്ന കാഴ്ചയാണല്ലോ, ഒരു നോട്ട രണ്ട് പ്ലെയിൻ. ആ സമയത്ത് ഒരു പ്ലെയിൻ നിൽക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഗൈസ് അത് 60 ഡിഗ്രിയും രണ്ടാമത്തെ പ്ലെയിനോ അത് 45 ഡിഗ്രിയും. അങ്ങനെ രണ്ട് ആംഗിളാണ് നിൽക്കുന്നത്. സോ ഈ കാണുന്ന ആംഗിൾ 60 ആണ്, ഈ കാണുന്ന ആംഗിൾ 45 ആണ്. പേര് എഴുതി ABCD പേരിട്ടു. എന്താ പറഞ്ഞേക്കുന്നത് ബാക്കി? ഫൈൻഡ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലെയിൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. അതായത് ഈ കാണുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദ്യം. യു വാണ്ട് ടു ഫൈൻഡ് AB. ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ ഓഫ് ദ AB എത്ര. ടോട്ടൽ നമുക്കറിയാം 3000. ഞാൻ എ ബിനെ എച്ച് എന്ന് വിളിക്കുകയാണെങ്കിൽ, എച്ച് ആണ് എ ബി എങ്കിൽ ഞാൻ എ ബിനെ എച്ച് എന്ന് വിളിച്ചു. യുനോ അങ്ങനെയാണെങ്കിൽ എന്താണ് ബി സി? വിച്ച് ഇംപ്ലൈസ് ബി സി എന്ന് പറയുന്നത് പ്ലസ് ടോട്ടൽ 3000. അതിൽ നിന്ന് ഈ എച്ച് ഡിസ്റ്റൻസ് കളയാ, അതല്ലേ ബി സി. 3000 ടോട്ടൽ 3000 അതിൽ നമ്മളെന്താണ് എച്ച് ഡിസ്റ്റൻസ് കളഞ്ഞു, ബാക്കിയുള്ളത് ബി സി. സോ 3000 മൈനസ് എച്ച്, അതാണ് ബി സി എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കുക എന്തിന് കാണുന്നു? വേറെ ഒന്നുമല്ല, നമുക്ക് ഇവിടെയാണ് രണ്ട് ട്രയാങ്കിൾ വരുന്നത്. ഒരു ട്രയാങ്കിൾ ഇതാണ്, അവിടെ നമുക്കറിയാം 3000 എന്നറിയാം. അടുത്ത ട്രയാങ്കിൾ ഏതാ? ഇതാ. അപ്പൊ ഈ കാണുന്ന ബി സി വേണം, എന്നാലും എന്തെങ്കിലും നീക്കുമ്പോൾ പറ്റുള്ളൂ. അപ്പൊ ബി സി കാണണം, അതിനാണ് ഇത് കണ്ടുപിടിച്ചത്. ഇവിടെ ഒരാൾ കോമണാ, രണ്ടിലുമുണ്ട് ഒരാള്, മറ്റാരുമല്ല, അത് ഇയാളാണ് ഡി സി എന്ന് പറഞ്ഞ വ്യക്തി രണ്ടിലുമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റും യുനോ ആൻഡ് ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ് അഡ്ജസന്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ട്രിഗണോമെട്രിക് റേഷ്യോ ഉണ്ടോ? ഉണ്ട്. ഏതാ? ടാൻ. ഞാൻ ആദ്യം ഒരു ട്രയാങ്കിൾ എടുത്തു. കൺസിഡർ ട്രയാങ്കിൾ, എഴുതി ACD. ആ ട്രയാങ്കിളിനകത്ത് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഗൈസ് അത് 60 ഡിഗ്രിയാണ്. സോ ടാൻ 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AC/CD. ഓക്കെ, ആൻഡ് യു നോ ടാൻ 60 √3 ആണ്. AC ടോട്ടൽ ഹൈറ്റ് 3000 √3 കേട്ടോ. ഡിവൈഡഡ് ബൈ CD, which implies CD എന്ന് പറയുന്നത് ഗൈസ് 3000 ഡിവൈഡഡ് ബൈ √3. ഈ കാണുന്ന ഡിസ്റ്റൻസ് കിട്ടി. നമുക്ക് അത് മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് എന്ത് വേണം? നമുക്കിത് ഇവനെയാണ് ആവശ്യം, ഇതാണ് ആവശ്യം. അതിനു വേണ്ടി രണ്ടാമത്തെ ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ എടുത്തു. ഇവിടെ ഞാൻ എന്താണ് നേരത്തെ ടാൻ തീറ്റ കണ്ടു. സോ ടാൻ 45 വരുന്നു. കൺസിഡർ ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ കേട്ടോ. ട്രയാങ്കിൾ BCD. ടാൻ 45 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, which means BC/DC. ടാൻ 45 1 ആണ്. BC ആരാ? BC എന്ന് പറഞ്ഞ മക്കളെ ഇവനാണ്. അത് എത്രയാണ്? 3000 മൈനസ് എച്ച്.
divided by DC. It is nothing but 3000 by root 3. അല്ലെങ്കിൽ CD തന്നെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. CD. അല്ലെങ്കിൽ CD തന്നെ തക്കാലം CD. DC. ഇത് നേരെ ഇവിടെ വന്നു കേട്ടോ, ലെഫ്റ്റിലേക്ക് വന്നു. സോ 3000 by root 3. CD equal to 3000 minus H. CD 3000 by root 3 ആണ്, equal to 3000 minus H. ഇനി നേരത്തെ ഈ കാണുന്ന റൂട്ട് ത്രീ കൊണ്ട് ഇത് ഈ കാണുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓരോ എന്ത് ചെയ്തു, ഞാൻ റൂട്ട് ത്രീ കൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് കിട്ടി? 3000 root 3, which implies 3000 equal to 3000 root 3 minus H ഉണ്ട്, H root 3. ഈ കാണുന്ന Hനെ നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു ആൻഡ് 3000 അപ്പുറം പോയി. സോ H root 3 equal to 3000 root 3 minus 3000. ഞാൻ 3000 3000 കോമൺ പുറത്ത് എഴുതി. ബാക്കി എന്തുണ്ട്? root 3 minus 1. ആൻഡ് ഹിയർ H root 3 ആണ്. ഞാൻ എന്ത് ചെയ്തു? റൂട്ട് നേരെ റൈറ്റിൽ കൊണ്ടുവന്നു. സോ ഡിവൈഡ് ബൈ റൂട്ട് 3 മാറി കിട്ടി. താഴെ ബൈ റൂട്ട് 3 ഉണ്ട്. സോ എന്തുകൊണ്ട് നമുക്ക് ആ കാണുന്ന റൂട്ട് 3 കളയാൻ വേണ്ടി റാഷണലൈസ് ചെയ്യാൻ വേണ്ടതാണ് മേലും താഴെയും ഇൻറ്റു റൂട്ട് 3 ചെയ്തു. ഇൻറ്റു റൂട്ട് 3. സോ ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. സോ 3000 root 3 into root 3, it is 3 minus root 3 into 1, root 3 divided by root 3 into root 3, it is same as 3. 3 in 3000 1000 times. Okay, and 3 minus root 3. നമുക്കറിയാം root 3 എന്ന് പറയുന്നത് എത്ര മക്കളെ? 1.73 പറഞ്ഞിരിക്കുന്നത്. സോ 3 minus root 3 എന്ന് പറഞ്ഞാൽ 3 minus 1.73. 3 minus 1.73, it is same as 1.27. So 1000 into 1.27, it is same as 127 and 1 more 0 meter. ഇതാ പറയുന്നത് അവിടെ മീറ്റർ ആയിരുന്നില്ലേ? മീറ്റർ ആയിരുന്നു. അതായത് H എത്ര കിട്ടി? 1.270 മീറ്റർ കിട്ടി. അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1.270. അതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അതായത് ഇവർ പാസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന ആ കാണുന്ന വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരുന്നത്. അത് H ആയിരുന്നു കണ്ടുപിടിക്കാൻ പറ്റി. ഓൾസോ ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് പ്ലെയിൻ ഫ്രം ദി പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് പ്ലെയിൻ, പോയിന്റ് ഓഫ് ഒബ്സർവേഷനിൽ ഫസ്റ്റ് പ്ലെയിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? സോ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇതാണല്ലോ ഫസ്റ്റ് പ്ലെയിൻ. സോ ഒബ്സർവേഷൻ പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് ബേസിക്കലി ഈ ട്രയാങ്കിൾ ACDയുടെ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കിട്ടിയോ? നിങ്ങൾക്കറിയാം AC എന്ന് പറയുന്നത് 3000. CD നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 3000 by root 3. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളിത് സോൾവ് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദി ഹൈപ്പോട്ടന്യൂസ് AD. ദാറ്റ്സ് ഓൾ. ബൈ പൈത്തഗോറസ് തിയറം. ഞാൻ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഒരുപാട് ലേറ്റ് ആവുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ കാണുന്ന ഭാഗം ഒന്ന് കളഞ്ഞുകൊണ്ട് നേരെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു സ്പിരിക്കൽ ബലൂൺ ക്വസ്റ്റ്യൻ എല്ലാവരും പറഞ്ഞു ചെയ്യാനായിട്ട്. A spherical balloon of radius r subtends an angle of 60 degree at the eye of an observer. എന്താ പറയുന്നത് നോക്കല്ലേ? ഒരു സ്പിരിക്കൽ ബലൂൺ ഉണ്ട്. ഇതാണ് ബലൂൺ. ചോദ്യത്തിനായിട്ട് അർത്ഥം മനസ്സിലാക്കണ്ടാവും. ഇതിന്റെ ഡിഫിക്കൽറ്റി ആയാലും ഇതിന്റെ മീനിങ് ആയാലും നല്ലൊരു മനസ്സിലാക്കണം. അത്രമേൽ ഒരു നല്ല ചോദ്യമാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സ്പിരിക്കൽ ബോൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഗൈസ് ഇതാണ്. സ്പിരിക്കൽ ബോൾ ഉണ്ടാക്കുന്ന ആംഗിൾ വിത്ത് ദ റേഡിയസ്. നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് റേഡിയസ് ഇറ്റ് ഇസ് സെയിം ആസ് ആർ. സബ്റ്റൻസ് ആൻഡ് ആംഗിൾ ഈ കാണുന്ന ആംഗിൾ ആണ് അവർ പറയുന്നത് 60 ഡിഗ്രി. 60 ഡിഗ്രി. സ്പീക്ക് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഈ കാണുന്ന രണ്ടറ്റം നോക്കുമ്പോൾ കൃത്യം അറ്റത്ത് ഞാൻ എൻ്റെ കണ്ണ് നോക്കുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവില്ലേ? ആ കാണുന്ന ആംഗിൾ അവർ പറയുന്നു 60 ഡിഗ്രി എന്ന്. ബാക്കി വായിക്കാം. ഇഫ് ദി ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ഇറ്റ്സ് സെന്റർ ഇസ് 45 ഡിഗ്രി ഓഫ് സെയിം പോയിന്റിൽ നിന്ന് ഫ്രം ദി സെയിം പോയിന്റ്
സെയിം പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് അത് 45 ഡിഗ്രി. ഇതാണ് സെന്റർ. സോ ഞാൻ ഇത് നേരെ വരച്ചു. ഈ കാണുന്ന ആംഗിൾ ഞാൻ സെന്ററുമായിട്ട് ജോയിൻ ചെയ്തു. സെന്ററിലേക്കുള്ള ആംഗിൾ ഓഫ് എലവേഷൻ ഈ കാണുന്ന ആംഗിൾ ഇറ്റ് ഇസ് സെയിം ആസ് 45 ഡിഗ്രി. ടോട്ടൽ ടോപ്പ് ഇത്ര ഭാഗം ഈ ഒരു ആംഗിൾ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നു. നമുക്കറിയാം ഇത് ടാൻജൻസ് ആണ്, ടാൻജൻസ്. സോ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒരു എക്സ്റ്റേണൽ ടാൻജന്റ്, ആ കാണുന്ന ടാൻജന്റിന്റെ മീറ്റിംഗ് പോയിന്റ് അതും സെന്ററും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ബൈസെക്ട് ചെയ്യും. ടോട്ടൽ ആംഗിളിനെ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റും സെന്റർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ കാണുന്ന ബൈസെക്ഷൻ ആയിരിക്കും. വിച്ച് മീൻസ് ഈ ചെറിയ ആംഗിൾസ് ഉണ്ടല്ലോ, ചെറിയ ആംഗിൾസ്, ഈ ചെറിയ ഇത് 30 ഡിഗ്രിയാണ്, ഇതും 30 ആണ്. ബൈസെക്ട് ചെയ്യുന്നു ആണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നേരെ മുന്നോട്ട് പോകുന്നു, ബാക്കിയിലേക്ക് പോകുമ്പോൾ then prove that height of the center of balloon is √2 times radius. അതായത് ഈ കാണുന്ന ഹൈറ്റ് ഇത് h വിളിക്കുകയാണെങ്കിൽ ഈ h എന്ന് പറയുന്നത് എന്ത് കാണിക്കണം? √2 ടൈംസ് റേഡിയസ് കാണിക്കണം. അത് h = √2r എന്ന് കാണിക്കണം. അതാണ് ക്വസ്റ്റ്യൻ കിട്ടിയ, അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇവിടെ നമുക്ക് എന്താണ് 2 ട്രയാങ്കിൾസ് എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും, നിർബന്ധമായിട്ടും കാണേണ്ടി വരും. അത് കാണലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഞാനിതിനെ OAB സം C എന്ന് വിളിച്ചു. OABC 4 പോയിന്റ്സ്. ഇവിടെ നിങ്ങൾക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാവും. കാരണം ഇത് ടാൻജന്റ് ആയതുകൊണ്ട് സെന്ററിൽ നിന്ന് ടാൻജന്റിലേക്ക് വരയ്ക്കുന്നത് ഒരു പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ പഠിച്ച തിയറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലർ ആണ്. സോ യു ക്യാൻ ഫൈൻഡ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സം ABO അല്ലെങ്കിൽ AOB കാണാൻ പറ്റും. AOB ഒരു ട്രയാങ്കിൾ കിട്ടി. എന്തുകൊണ്ട് AOB എടുക്കണം? ഒരു ചോദ്യം ഉണ്ടോ? എന്തുകൊണ്ട് വൈ AOB? യുനോ ഇവിടെ നമുക്കറിയാം ഈ കാണുന്ന OB എന്ന് പറയുന്നത് OBക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് രണ്ടാമത്തെ ആവശ്യമുള്ള ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് OB. അപ്പൊ ചോദിക്കും സെക്കൻഡ് ട്രയാങ്കിൾ അതേ ട്രയാങ്കിൾ ആണ്, അത് ഇവനാണ്. ഈ ട്രയാങ്കിൾ ആണ് സെക്കൻഡ് ട്രയാങ്കിൾ. ഉണ്ടോ? ഞാൻ സൈസ് കുറച്ച്. ഈ ട്രയാങ്കിൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ട്രയാങ്കിൾ ആണ് സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പൊ എന്തുകൊണ്ട് ഈ ട്രയാങ്കിൾ എടുക്കണം? വേറൊന്നുമല്ല, നമുക്ക് ആവശ്യം എന്താ? ആവശ്യം OCയാ. സോ OC വരുന്ന ഒരു ട്രയാങ്കിൾ വേണം. OC വരുന്ന ട്രയാങ്കിൾ എടുക്കണം. OC വരുന്നൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അത് ഇത് മാത്രമാണ്, വേറൊന്നുമില്ല. ട്രയാങ്കിൾ OCB മാത്രമാണ്. അത് ഹൈപ്പോട്ടന്യൂസാ. ഏതിന്റെ? OCB എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് ആണ് OB. അതേപോലെ തന്നെ AOB എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് OB. അപ്പൊ രണ്ടും കോമൺ ആയിട്ട് വരും. ആ കാണുന്ന കോമൺ ആയിട്ട് വരുന്ന സംഭവത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ട്രയാങ്കിൾ AOB എടുക്കുന്നത്. കോമൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ കൺസിഡർ ട്രയാങ്കിൾ AOB. ആലോചിച്ചു. നമുക്ക് റേഡിയസ് R ഉണ്ട്. സോ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ഉണ്ട്. റേഡിയസും ഹൈറ്റും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിക്കണ്ടേ. അപ്പൊ റേഡിയസ് ഉണ്ട് R ആണെന്നറിയാം. ആൻഡ് നമുക്കറിയാം ഇവിടെ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ് ആവശ്യം. സോ റേഡിയസ് അതായത് ആംഗിൾ ഈ കാണുന്ന ആംഗിൾ 30 ആണ്. 30യുടെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ളൊരു ബന്ധമാണ് വേണ്ടത്. 30യുടെ ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും. സോ ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും വരുന്നത് ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്? സൈൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ സൈൻ 30 കണ്ടുപിടിക്കണം. സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് അത് OA by hypotenuse it is same as OB. Sin 31/2 ആണ്. OR ആണ്. OB അറിയില്ല, ഞാൻ OB തന്നെ എഴുതിട്ടോ. which implies OB equal to 2R. ഇക്വേഷൻ 1 കണ്ടോ? OB ഹൈപ്പോട്ടന്യൂസ് കിട്ടി, 2R എന്ന് കിട്ടി. ഞാൻ അടുത്തേക്ക് വരുന്നു. സെക്കൻഡ് ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ എടുത്തു OBC അല്ലെങ്കിൽ OCB.
കൺസിഡർ ട്രയാങ്കിൾ ഒ സി ബി. അവിടെ എന്താ ആവശ്യം ഓപ്പോസിറ്റ്. എന്തറിയാവുന്ന ഹൈപ്പോട്ന്യൂസ്. സോ ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും തമ്മിൽ കണ്ടുവരുന്ന ട്രിഗണോമെട്രി റേഷ്യോ സൈൻ, വീണ്ടും സൈൻ. ആംഗിൾ എത്രയാ? ആംഗിൾ 45 ഡിഗ്രി. സോ സൈൻ 45 വേണം. സൈൻ 45. ഓപ്പോസിറ്റ് സൈഡ് ഞാൻ എച്ച് എന്ന് വിളിച്ചു, അത് ഒ സി ആണ്. ഒ സി ബൈ ബി സി. ബി സി അല്ലല്ലോ, യു നോ ഇറ്റ്സ് ഒ ബി. ഒ സി ബൈ ഒ ബി. ഒ ബി അല്ലടാ, ഒ ബി ആണ്. സോ സൈൻ 45 1/√2 ഈക്വൽ ടു ഒ സി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണെന്നറിയാം, ഡിവൈഡഡ് ബൈ ഒ ബി എത്രയാണ്? ഒ ബി 2r ആണ്. 2r വിച്ച് ഇംപ്ലൈസ് ഈ 2rനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2r ബൈ √2 ഈക്വൽ ടു h, വിച്ച് ഇംപ്ലൈസ് h ഈക്വൽ ടു, ഗൈസ് വളരെ സിമ്പിൾ ആൻസർ ആയി മാറി, √2 ഇൻ 2 √2 ടൈംസ് √2r. ഇതാണ് കാണിക്കാൻ പറഞ്ഞത്. Then prove that height of the center of the balloon is √2 times radius. അതായത് ഈ കാണുന്ന ഫിഗർ വരയ്ക്കാൻ മനസ്സിലായി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്. അതേപോലെ ഞാൻ പറഞ്ഞ ലോജിക്ക്. പക്ഷെ ഇത് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഈ ചോദ്യം കാണുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു എല്ലാവരുടെയും കിളിപ്പോയിരിക്കും. ഇത് CBSE ബോർഡ് എക്സാമിന് പണ്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചോദിക്കാറുണ്ട്. അന്ധകാലത്തും ചോദിക്കുന്നു, ഇന്നകാലത്തും ചോദിക്കുന്നു. ഓർത്ത് വെച്ചോളൂ, മനോഹരമായ ചോദ്യമാണ്. എല്ലാവരും ഈ കാണുന്ന ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നേരെ പോകും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമുക്കൊരു സ്പീഡിന്റെ ക്വസ്റ്റ്യൻ ആകാം. A man on a cliff observes a boat at an angle of depression of 30 degree which is approaching the shore to a point immediately beneath the observer with a uniform speed. എന്താ പറയുന്നത്? ഒരു ക്ലിഫില് ചെങ്ങായി കയറുന്നത് വേറെ ഒരു പണിയില്ലല്ലേ. ക്ലിഫ് കയറുന്നത് ഇതാ ക്ലിഫ് കേട്ടോ. ക്ലിഫിൽ നിന്ന് നോക്കുമ്പോ ഒരു കപ്പല്, ബോട്ട് ഇവിടെ കാണുന്ന ചെങ്ങായി കണ്ട, ബോട്ട് എന്ത് ചെയ്തു? അപ്പൊ തന്നെ ആള് ആ ബോട്ടുമോ നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് കിട്ടി 30 ഡിഗ്രി. ആൾ കുറച്ചു നേരം കൊണ്ട് നടന്നു. ഒരു 6 മിനിറ്റ് കഴിഞ്ഞു, തിരിച്ചു വന്നു. 6 മിനിറ്റ്സ് ലേറ്റർ ആള് വീണ്ടും ആ ബോട്ട് നോക്കി. അപ്പൊ ബോട്ട് കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് ക്ലിഫിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു ബോട്ട്. സോ ബോട്ട് ഒരു 6 മിനിറ്റിന് ശേഷം ബോട്ട് ഇവിടെ എത്തി. ആള് വീണ്ടും ഒരാഗ്രഹം ബോട്ടിലേക്ക് നോക്കാൻ. ആള് നേരെ ബോട്ടിലേക്ക് നോക്കി. ബോട്ടിലേക്ക് നോക്കിയപ്പോൾ ആ നിമിഷം ആംഗിൾ എന്ന് പറയുന്നത് ഗൈസ് 60 ഡിഗ്രിയാണ്. സോ ഈ കാണുന്ന ആംഗിൾ 60 ആണ്. പുതിയ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ ബോട്ട് ഫ്രം ഹിയർ ടു റീച്ച് ദി ഷോർ. അതായത് ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഷോറിലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം കിട്ടിയ. ഞാൻ നേരെ ജോയിൻ ചെയ്തു, വളരെ കൂളായിട്ട്. ഇത് 30 ആയതുകൊണ്ട് ഗൈസ് ഈ കാണുന്ന ആംഗിൾ 30 ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും പാരലൈൻസ് ആയതുകൊണ്ട് വിച്ച് മീൻസ് ഇത് ട്രാൻസ്വേഴ്സിലാണ്. സോ ഇത് 30 ആണ്. സോ ഇവനും 30 ആയിരിക്കും ബൈ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇനി ഇത് ട്രാൻസ്വേഴ്സിൽ ഇത് രണ്ട് നമ്മൾ പാരലൈൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ യുനോ ഈ രണ്ട് ആംഗിൾസും ഇതും സെയിം ആയിരിക്കും ബൈ അഗെയിൻ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. സോ ഇത് 60 ആയതുകൊണ്ട് ഇതും 60 ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യമായിട്ടൂടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടിലും ഒരു പ്രത്യേകതയുണ്ട്, ഹൈറ്റ് മാറുന്നില്ല. ക്ലിഫ് അത് സെയിം ആണ്. അതായത് 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിളും ക്ലിഫിന്റെ ഹൈറ്റ് ഒരിക്കലും മാറൂല. ഞാൻ പേരിട്ടു ABCD. ഞാൻ ABCD പേരിട്ടു. So you can find 2 right angle triangles over here such that the height AB is always same. അതായത് ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും സെയിം ആണ്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇവിടത്തെ ഒരു സംഭവം കണ്ടുപിടിക്കണ്ട. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ എടുത്തു. ഇവിടെ നമുക്ക് എന്തായാലും സ്പീഡ് അറിയാതെ ഒന്നും നടക്കൂല. ലെറ്റ്
സ്പീഡ് ഓഫ് ബോട്ട് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് തൊട്ട് എക്സ്. അപ്പൊ സ്പീഡ് എക്സ് ആണെങ്കിൽ നമ്മൾക്ക് ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്ര പറയാൻ പറ്റും? നിങ്ങൾ എല്ലാവരും ഓടോമീറ്റർ നോക്കി അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ എന്ന് പഠിച്ചിരിക്കുന്നത് ഇതാണെന്ത് സ്പീഡ്. സ്പീഡ് ഓക്കെ, അതായത് ഇവിടെ എന്താണ് സ്പീഡ് എക്സ് എടുത്തു ഈക്വൽ ടു കിലോമീറ്റർ ഡിസ്റ്റൻസ് സം ഡി എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ടൈം. ടൈം എത്രയാ? ടൈം അറിയാം 6 minutes, വിച്ച് ഇംപ്ലൈസ് ഡിസ്റ്റൻസ് ഡി എന്ന് നമുക്ക് 6x എന്ന് പറയാൻ പറ്റും. 6x അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? അത് 6x ആണ്. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതാണ് ഫോർമുല. ഞാനിത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ സ്പീഡ് ഞാൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ടി ഡിസ്റ്റൻസ് ആണല്ലോ ഈ പറയുന്ന സി ഡി ആണ് ഡിസ്റ്റൻസ്. സോ സി ഡി കണ്ടുപിടിക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്തു ഞാൻ? നമ്മൾ ടൈം ഉപയോഗിച്ചു. ടൈം 6 minutes ആണെന്നറിയാം. സോ നേരെ 6 ഇവിടെ കൊണ്ടുപോയി. സോ ഡി ഈക്വൽ ടു 6x, വിച്ച് മീൻസ് ഈ കാണുന്ന ഡിസ്റ്റൻസ് സി ഡി 6x കിട്ടി. 6x. ഓക്കെ, സോ ഇത്രയ്ക്കും എല്ലാവരും ഓക്കെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നു ബാക്കിയിലേക്ക്. ഈ കാണുന്നവനെ ഞാൻ വൈ എന്ന് വിളിച്ചു. സോറി, ഈ കാണുന്ന ഭാഗത്തുള്ള ടൈം ടൈം ബി വൈ. കാരണം സ്പീഡ് മാറില്ല ഒരിക്കലും. ലെറ്റ് ദ ടൈം ടു റീച്ച് ദി ഷോർ ബി വൈ. ടൈം വൈ ആണ്. സ്പീഡ് എക്സ് തന്നെയാണ്. യൂണിഫോം സ്പീഡാണ്, മാറുന്നില്ല, മാറ്റുന്നില്ല. അതെ, യൂണിഫോം സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ്, വീണ്ടും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ടൈമാണ്. സോ ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടുത്തെ സ്പീഡ് നിങ്ങൾക്കറിയാം, അത് എക്സ് ആണ്, എക്സ്. ആൻഡ് ടൈം അറിയാം, അത് വൈ ആണ്. അതായത് ആ കാണുന്ന ഡിസ്റ്റൻസ് എക്സ് വൈ. ഞാൻ എഴുതി ഇവൻ എക്സ് വൈ എന്ന് എഴുതി. പറ്റിയോ? ഡിസ്റ്റൻസ് കിട്ടി എക്സ് വൈ. ഞാൻ ഒരു ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ എ ബി സി. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. അവിടെ ആംഗിൾ 60 ആണ്. സോ പിന്നെന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ സെയിം. എന്താ കണ്ടുപിടിക്കണ്ടേ? കാണുന്ന അഡ്ജസന്റും. സോ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്ന റേഷ്യോ ടാൻ ആണെന്നറിയാം. സോ ടാൻ 60 എന്ന് പറയുന്നത് ഗൈസ് ഓപ്പോസിറ്റ് സൈഡ് എ ബി ബൈ ബി സി. സോ എ ബി എന്ന് പറയുന്നത് അത് എച്ച് ആണ്, ബി സി എന്ന് പറയുന്നത് എക്സ് വൈ ആണ്, ആൻഡ് ടാൻ 60 √3 ആണ്, വിച്ച് ഇംപ്ലൈസ് √3 XY. അതാണ് എച്ച് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1. അടുത്തേക്ക് പോയി. സെക്കൻഡ് ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഡി എടുത്തു. എ ബി ഡി സാറല്ലേ, കൊള്ളാലോ. കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി. അങ്ങനെ ആ കാണുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ്? ഓപ്പോസിറ്റും അഡ്ജസന്റും തന്നെയാണ് വേണ്ടത്. സോ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ അത് ടാൻ ആണ്. ആംഗിൾ 30 ഇവിടെയാണ് കേട്ടോ. സോ ടാൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എച്ച് ആണെന്ന് നേരെ എഴുതിട്ടോ, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. ഇതാണ് അഡ്ജസന്റ്. പറഞ്ഞ മക്കളെ, അവിടെ എന്തൊക്കെയുണ്ട്? ഈ കാണുന്ന ഡിസ്റ്റൻസ് എക്സ് വൈ പ്ലസ് ഈ കാണുന്ന ഡിസ്റ്റൻസ് 6x. അപ്പം എല്ലാവരും എഴുതണം ബി ഡി എന്ന് പറയുന്നത് എക്സ് വൈ മാത്രമല്ല പ്ലസ് ഒരു 6x ഉണ്ട്. എക്സ് വൈ പ്ലസ് 6x, അതാണ് ബി ഡി. സോ ഡിവൈഡഡ് ബൈ ബി ഡി ഉണ്ട്. ഞാൻ ഈ കാണുന്ന ബി ഡി എഴുതി എക്സ് വൈ പ്ലസ് 6x ടാൻ 31 ബൈ √3. ഞാൻ നേരത്തെ ഈ കിടക്കുന്ന എക്സ് വൈ പ്ലസ് 6x ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. 1 ഞാൻ എന്തായാലും എപ്പോഴും 1 ബൈ √3 എന്ന് പറയും, അതിന്റെ √2 എഴുതും. എന്ത് മനുഷ്യനെ ഞാൻ നേരത്തെ തന്നെ. വിച്ച് ഇംപ്ലൈസ് എക്സ് വൈ പ്ലസ് 6x ഡിവൈഡഡ് ബൈ √3. ഇതാണ് വീണ്ടും അഫ്നാസേ ഈക്വൽ ടു എച്ച്. ഇതിനെ 2 എന്ന് വിളിച്ചു. രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എച്ച് ആണെന്നറിയാം. സോ വി ക്യാൻ ഇക്വേറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ഈക്വൽ ടു 2 ആണെന്നറിയാം. സോ ഇക്വേറ്റിംഗ് 1 and 2. So you get xy divided by, sorry, xy plus 6x divided by √3 equal to,
√3xy. ഈ √3 ഞാൻ നേരെ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. സോ √3 into √3 കിട്ടി. ഇറ്റ് സെയിം ആസ് 3. നോക്കുമ്പോഴേ ലെഫ്റ്റിൽ ആരോ കോമൺ ഉണ്ടല്ലോ, രണ്ടിലും എക്സ് ഉണ്ട്. കണ്ടോ, എക്സിന് ടേം എന്താണ് രണ്ടിലും കോമണെ കാണാൻ സാധിക്കുന്നത്. ഞാൻ എക്സിനെ കോമണെ പുറത്ത് എഴുതി. സോ എക്സ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, y + 6 = √3. നേരെ ഇവിടെ വന്നു, √3 into √3 3 ആണെന്നറിയാം, 3xy. രണ്ടിലിന്റെ എക്സ് സെയിം ടേം ഞാൻ ക്യാൻസൽ ചെയ്തു. അതായത് ഈ കാണുന്ന എക്സ് ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ എക്സ് ആണ്, എക്സ് എക്സ് ക്യാൻസൽ ആയിട്ട് ആ കാണുന്ന സെയിം ലോജിക്. ബാക്കി എന്തുണ്ട്, y + 6 = 3y, which implies ഞാൻ y അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 3y - y is same as 2y, 2y = 6, which implies y = 6/2, 3. y കിട്ടി. എത്രയാ, y എന്ന് പറയുന്നത് 3 ആണെന്ന് എല്ലാവർക്കും ലഭിച്ചു. സോ y ആണ് നമുക്ക് എന്ത്, ടൈം ടു റീച്ച് ദി ഷോർ by. അതായത് നമുക്ക് എന്ത് ടൈം ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് നത്തിങ് ബട്ട് 3 minutes. ഓക്കെ, സോ ഒരു 3 minute കൊണ്ട് നമുക്ക് എന്താണ് ആവശ്യമുണ്ട് നമ്മുടെ കപ്പല് ഷോറിലെത്താനായിട്ട്. എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യം നമ്മളെന്നത് ഈ കാണുന്ന സീരീസിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതാ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വായിക്കും. എന്താ സംഭവം, 2 pillars of equal length stand on either side of a road which is 100 meter wide. അടിപൊളി. ഇപ്പൊ റോഡ് ഉണ്ട്, ഈ കാണുന്ന റോഡ് എന്താ 100 meter wide ആണ് കേട്ടോ. എന്താ പ്രത്യേകം അറിയോ, വേറെ ഒന്നല്ല, 2 പില്ലർ ഉണ്ട്. ആ കാണുന്ന 2 പില്ലറും സെയിം ഹൈറ്റില് റോഡിന്റെ അപ്പുറത്ത് വെച്ചേക്കാം. മറ്റേ ഗോപുരൊക്കെ ഉണ്ടാവല്ലോ 2 സൈഡിൽ നിന്നൊക്കെയല്ല, അതേപോലെ കേട്ടോ. മുന്നോട്ട് പോയി. സോ ഈ കാണുന്ന ഡിസ്റ്റൻസ് 100 കേട്ടോ. ഞാൻ ഇവിടെ ഒരു BC എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അപ്പൊ എവിടെയാ കുഴപ്പമില്ല, എവിടെ ഉണ്ടോ, ഇത് 100 meter. At a point on a road between pillars, the angle of elevation of top of the pillar are 60 degree and 30 degree. പണ്ട് ചോദിണ്ടായിരുന്നു, ഇങ്ങനെ 2 വീടുണ്ട്, 2 വീടിന്റെ അപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഫ്ലാറ്റ് ഉണ്ട്. ആ കാണുന്ന ഫ്ലാറ്റിന്റെ സെന്റർ റോഡ് പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോണി വെച്ചിട്ട് ഈ കാണുന്ന ഫ്ലാറ്റിലേക്കും ഈ കാണുന്ന ഫ്ലാറ്റിലേക്കും പോകുന്ന ക്വസ്റ്റ്യൻ പണ്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എന്താ, ഒരു പോയിന്റ് എടുത്തു, ആ കാണുന്ന പോയിന്റിൽ നിന്ന് ഞാൻ പോയിന്റ് കൂടെ എടുത്തു, the angle of elevation to top of the pillar is 60 degree and 30 degree. എന്നോട് ചോദിക്കണ്ട, ഞാൻ എൻ്റെ ഇവിടെ 60 എഴുതി, ഇവിടെ 30 എഴുതി. എല്ലാവരുടെ ചോദ്യമാക്കി തിരിച്ചെഴുതി കൂടെ 30 60. ഞാൻ എടുത്ത പോയിന്റ് ഈ കാണുന്ന ബിനോട് അടുത്തായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ കാണുന്ന ആംഗിൾ ആയിരിക്കും വലുത്. ഓക്കെ, കാരണം നമുക്ക് എന്താണ്, ഈ കാണുന്ന പോയിന്റിലേക്ക് അടുക്കും തോറും ആംഗിൾ വലുതായിരിക്കും. ആൻഡ് സിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന പോയിന്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ 30 എഴുതിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പോയിന്റ് കൂടെ എടുത്തോ, എന്നിട്ട് ഈ 30 എഴുതിക്കോ, 60 ഇവിടെ എഴുതിക്കോ, കുഴപ്പമില്ല, സെയിം ആണ്, മാറ്റില്ല, മാറ്റി എഴുതാം, പ്രശ്നമല്ല കേട്ടോ. മുന്നോട്ട് പോകുന്നു. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് പില്ലർ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഓൺ ദി റോഡ് ഫ്രം ദി പില്ലേഴ്സ്. ഓക്കെ, അതായത് ഈ കാണുന്ന പോയിന്റ് ഞാൻ ഇതിനെ സംസം ഒരു D എന്ന് വിളിച്ചു, ഇത് A, ഇവൻ E. സോ ഈ കാണുന്ന D എന്ന് പറഞ്ഞ പോയിന്റ് എത്ര ഡിസ്റ്റൻസ് ആണ് നിൽക്കുന്നത്, ഒന്നാമത്. അടുത്ത പില്ലറിന്റെ ഹൈറ്റ് എത്ര, ഇതാണ് ചോദ്യം ഗൈസ്. ഞാൻ ഇതിനെ X എന്ന് വിളിച്ചു, ഈ ഡിസ്റ്റൻസ് BD = X. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം CD എത്രയായിരിക്കും. CD ഈ ഡിസ്റ്റൻസ് ടോട്ടൽ 100, അതിൽ നിന്ന് ഈ X ഡിസ്റ്റൻസ് കളയാ, അതല്ലേ CD. സോ 100 - X, CD കിട്ടി. അവിടെ നിൽക്കട്ടെ, വേറെ ഒന്നല്ല, ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, അതിനോട് മാത്രമാണ് കേട്ടോ ഞാൻ CDയും അതുപോലെ തന്നെ BDയും ആലോചിച്ചത്. ഇവിടെ പ്രത്യേകത, ഈ 2 AB എന്ന് പറയുന്നതും CE എന്ന് പറയുന്നതും ഈക്വൽ ആണ്. AB = CE. ആരും ഈ പേരിട്ടുള്ളൊന്നും ബൈ ഹാർട്ട് പഠിക്കരുത്, കോൺസെപ്റ്റ് മാത്രം പഠിക്കാം കേട്ടോ. പിന്നെ ആംഗിൾ ഇത് ഇവിടെയാണ്. സോ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഈക്വൽ ആയിട്ട് വരുന്നത്. അഡ്ജസന്റ് കണ്ടുപിടിക്കണം. സോ ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് ആവശ്യം. അതായത് ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിൽ വരുന്ന റേഷ്യോ അത് tan ആണ്. അതിന് വേണ്ടി ഞാൻ ആദ്യം കണ്ടുപിടിച്ചു, കൺസിഡർ ട്രയാങ്കിൾ സം ABD. അവിടെ എന്ത് പറയാൻ പറ്റി, അവിടെ tan 60 എന്ന് പറയുന്നത്
ഓപ്പോസിറ്റ് എ ബി ബൈ അഡ്ജസെന്റ് ബി ഡി, എ ബി ബൈ ബി ഡി. ഓക്കെ, നമുക്ക് എ ബി ആണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക. സോ എ ബി നമ്മൾ ഒന്ന് പറഞ്ഞിട്ട് എ ബി തന്നെയാണ്. സോ എ ബി ആൻഡ് ടാൻ √3 നമുക്കറിയാം, അത് സോ ടാൻ 60 √3 ആണ് ബൈ ബി ഡിയോ, ബി ഡി എക്സ് ആണെന്ന് അറിയാം, ബി ഡി ഇക്വൽ ടു എക്സ്, വിച്ച് ഇംപ്ലൈസ് എക്സ് നേരെ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ √3 എക്സ് കിട്ടും. എ ബി ഈക്വൽ ടു √3 എക്സ്, ഇക്വേഷൻ നമ്പർ 1 എന്ന് വരും. അടുത്ത് കൺസിഡർ ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ നമുക്ക് ഇതെടുത്തു, സി ഇ ഡി. അവിടെ ആംഗിൾ 30 ആണ്. സോ ടാൻ 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സി ഇ ബൈ സി ഡി. ടാൻ 30 1/√3 ഈക്വൽ ടു സി ഇ, സി ഇ തന്നെ ഡിവൈഡ് ബൈ സി ഡിയോ 100 മൈനസ് എക്സ്, അറിയാം 100 മൈനസ് എക്സ്. നേരത്തെ ഞാൻ പിന്നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. സോ 100 മൈനസ് എക്സ് ഡിവൈഡ് ബൈ √3 ഈക്വൽ ടു സി എന്ന് കിട്ടി. പ്രശ്നം പറ്റും മക്കളെ, എ ബിയും സിയും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റി, അതിന്റെ ബാക്കി രണ്ട് സൈഡ്സും ഈക്വൽ ആക്കി. സോ √3 എക്സ് വിൽ ബി ഈക്വൽ ടു 100 മൈനസ് എക്സ് ഡിവൈഡ് ബൈ √3. സോ √3 എക്സ് ഈക്വൽ ടു 100 മൈനസ് എക്സ് ഡിവൈഡ് ബൈ √3. √3 ഞാൻ നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. സോ √3 എക്സ് ഇൻറ്റു √3, √3 ഇൻറ്റു √3 നമുക്കറിയാം 3 ആണ്. സോ 3x കിട്ടി ഈക്വൽ ടു 100 മൈനസ് എക്സ്. ഈ കാണുന്ന മൈനസ് എക്സ് ഇപ്പുറം വന്നു, പ്ലസ് എക്സ് ആയിട്ട് മാറി. സോ 4x കിട്ടി, 3x പ്ലസ് എക്സ് 4x ആണ്. 4x ഇക്വൽ ടു 100 വിച്ച് ഇംപ്ലൈസ് എക്സ് ഇക്വൽ ടു 100 ബൈ 4 25 മീറ്റർ. അതായത് മക്കളെ ഈ കാണുന്ന പോയിന്റ് 25 മീറ്റർ അവേ ഫ്രം പോയിന്റ് ബി ആണ്. ഉത്തരം കിട്ടിയില്ലേ, എന്ത് സിമ്പിൾ അല്ലേ. അങ്ങനെ എക്സ് കിട്ടി. അത് മാത്രം പോലെ നമുക്ക് ഹൈറ്റും കൂടി വേണം, എ ബിയും കൂടി ആവശ്യമുണ്ട്, ഹൈറ്റ് ഓഫ് ദി പില്ലർ ആവശ്യമുണ്ട്, ലെഫ്റ്റ് ഓഫ് ദി പില്ലർ. സോ എ ബി എന്ന് പറഞ്ഞാൽ √3 എക്സ് ആണ്. എ ബി ഈക്വൽ ടു √3 എക്സ്. സോ ഇറ്റ് സെയിം ആസ് √3 ഇൻറ്റു 25 അഥവാ 25 √3. So height of the pillar is 25 √3 and the distance from the point B to the point D is nothing but 25. That's all. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് 2024 ചോദ്യം. ഇതുപോലെ നിൽക്കുന്ന നോക്കിയേ ഒരു പ്ലെയിൻ ക്വസ്റ്റ്യൻ തന്നെ, പണ്ടത്തൊക്കെ തന്നെ ഒരു സ്ഥിരം ചോദ്യമാണ്, മനസ്സിലാക്കണം. The angle of elevation of an aircraft from a point A on the ground is 60 degree. After flying 30 seconds, the angle of elevation changes to 30 degree. അതായത് ഇപ്പോൾ ഞാനൊരു പോയിന്റിൽ നിന്ന് ഫ്ലൈറ്റിനെ നോക്കി, ഇതാണ് ഫ്ലൈറ്റ്. ഓക്കെ, ഈ കാണുന്ന ആംഗിൾ ഇപ്പോഴത്തെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഫ്ലൈറ്റ് വെറുതെ നിൽക്കല്ല, ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുക. ആ ഫ്ലൈറ്റിൽ പറന്നപ്പോൾ ഇവിടെ എത്തി, ഈ പോയിന്റ്. ആഫ്റ്റർ 30 seconds പോയിന്റ്, ഈ കാണുന്ന പോയിന്റ്, ഈ പോയിന്റ് കേട്ടോ. അപ്പോഴേ വീണ്ടും നോക്കി, അപ്പോൾ എനിക്ക് കിട്ടിയ ആംഗിൾ എന്ന് പറയുന്നത് ഗൈസ് അത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി 30. The angle of elevation is 30 degree. The aircraft is flying at a constant height 3500 √3. അതായത് ഇതാണ് നമ്മുടെ ഹൈറ്റ്, ഈ കാണുന്ന ഹൈറ്റ്. അത് ഇവിടെ ആയിക്കോട്ടെ, അത് ഇവിടെ ആയിക്കോട്ടെ, ഹൈറ്റ് നമുക്ക് എപ്പോഴും സെയിം എത്രയാണ്, 3500 √3 ആണ്. അറ്റ് യൂണിഫോം സ്പീഡ്, സ്പീഡ് മാറ്റമില്ല. ഫൈൻഡ് ദി സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ എയർക്രാഫ്റ്റിന്റെ സ്പീഡ് എത്രയാണ്? മക്കളെ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇവിടെ, ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റ് ട്രാവൽ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും കേട്ടോ, ഡിസ്റ്റൻസ് മാറില്ല കേട്ടോ. ഞാൻ പേരിട്ടു എ ബി സി ഡി ഇ. നിങ്ങൾക്ക് ഇവിടെയും എന്താണ്, രണ്ട് ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഒന്ന് എ സി ബി അല്ലെങ്കിൽ എ ബി സി. ഇനി എന്തായാലും സ്പീഡിന് വേണ്ടി നമുക്ക് എന്താ ഡിസ്റ്റൻസ് ആവശ്യമുണ്ട്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണുള്ള സ്പീഡ്. ടൈം അറിയാം 30 seconds ആണ്.
ഓക്കെ. സോ ഡിസ്റ്റൻസ് അറിയണം. അപ്പൊ ഏത് ഡിസ്റ്റൻസാണ് വേണ്ട? ഈ ഡിസ്റ്റൻസ് ആണോ അതോ ഈ ഡിസ്റ്റൻസ് ആണോ? അല്ല, നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്കാണ് 30 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തത്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, എയിൽ നിന്ന് ഇയിലേക്ക്, ഈ ഡിസ്റ്റൻസ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനാണ് 30 സെക്കൻഡ്സ്. സോ സ്പീഡ് കിട്ടണമെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് മതി. കാരണം എന്തുകൊണ്ടാ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ഈക്വൽ സ്പീഡ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഡിസ്റ്റൻസ് മതി നമുക്ക് എ ഇ. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈമും ഉണ്ട്, നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് സ്പീഡ് പറയാൻ വേണ്ടി സാധിക്കും. ദാറ്റ്സ് എ ക്യോ ഹിയർ, യു നോ. അപ്പോൾ എ കാണണം. എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് സി ഡി. എ ഇയും സി ഡിയും സെയിം ആണ് ഡിസ്റ്റൻസ് വൈസ്. സോ ബേസിക്കലി അവിടെ എയിം ഇസ് ടു ഫൈൻഡ് സി ഡി. കഴിഞ്ഞു. അതിനുവേണ്ടി സി ഡി ഉൾപ്പെടുന്ന ട്രയാങ്കിൾ ഇ ഡി ബി ഒരു ട്രയാങ്കിൾ, അതൊരു ട്രയാങ്കിളും. അടുത്ത നമുക്ക് എന്താണ്? എ സി ബി, അത് എ ബി സി. എന്തുകൊണ്ട് എ ബി സി കാണുന്നു? നമുക്ക് ഈ കാണുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഞാൻ സി ഡിനെ പേരിട്ട് വിളിച്ചു സം എക്സ് ആണെങ്കിൽ, ലെറ്റ് സി ഡി ബി എക്സ്, സി ഡി എക്സ് ആണ് എടുത്തു. ഞാൻ ആദ്യമായിട്ട് കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. അവിടെ ആംഗിൾ 60 ആണ്. ഇതാണ് ട്രയാങ്കിൾ. ടാൻ 60 ഈക്വൽ ടു ഓപ്പോസിറ്റ്, ഇത് ഹൈറ്റ് ആണ്, സെയിം ആണ് 3500 √3 ഡിവൈഡഡ് ബൈ ബി സി. നമുക്കറിയാം ടാൻ 60 √3 ആണ്. സോ √3 ഈക്വൽ ടു 3500 √3 ഡിവൈഡഡ് ബൈ ബി സി. ഓക്കെ, √3 ക്യാൻസൽ 1 എന്ന് കിട്ടി. ഈ കാണുന്ന ബി സി ഇവിടെ വന്നു. 1 into BC is BC, which implies BC equal to 3500. സോ ഈ കാണുന്ന ഡിസ്റ്റൻസ് ബി സി അത് എത്രയാണ്? അത് 3500 ആണെന്ന് എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു. ഞാൻ മുന്നോട്ട് പോകുന്നു, ഇതിലേക്ക് വരുന്നു. ട്രയാങ്കിൾ ഇ ഡി ബി. സോ ഇതിനകത്ത് വീണ്ടും ടാൻ എടുക്കാം. വേറെ ഒന്നുമല്ല, ഓപ്പോസിറ്റും അഡ്ജസന്റിലേക്കാണ് വരുന്നത്. സോ ഓപ്പോസിറ്റ് നമുക്കറിയാം അത് ഇ ഡി. സോ ടാൻ 30 വരുന്നത് ആംഗിൾ ടാൻ 30. ഓപ്പോസിറ്റ് ഇ ഡി ബൈ അഡ്ജസന്റ് ഇറ്റ് ഈസ് ബി ഡി. ഇ ഡി നമുക്കറിയാം ഹൈറ്റ് ആണ്, അത് 3500 √3 ആണ്. ടാൻ 30 1/√3 ആണ്. ആൻഡ് ബി ഡി, ഞാൻ ബി ഡി തന്നെ എഴുതിട്ടോ. ഞാൻ നേരത്തെ ഈ കാണുന്ന √3 കൊണ്ട് ഇങ്ങോട്ട് പോയി, റൈറ്റിലേക്ക് പോയി. സോ √3 ഉണ്ട്. √3 into √3 ഹി ബിക്കംസ് 3. ബി ഡി ലെഫ്റ്റിലേക്ക് വന്നു. സോ ബി ഡി ഈക്വൽ ടു 3500 into 3. അവിടെ നിൽക്കട്ടെ. ഒപ്പം തന്നെ അറിയാം ബി ഡി എന്ന് പറയുന്നത് ഈ ടോട്ടൽ ആണ് ബി ഡി. നിങ്ങൾക്ക് ബി ഡി ആവശ്യമില്ല. ഞാൻ ബി ഡിയിൽ എഴുതി ബി സി പ്ലസ് സി ഡി, അതാണ് ബി ഡി. സോ ബി ഡി ഇറ്റ് സെയിം ആസ് ബി സി പ്ലസ് സി ഡി, അതാണ് ബി ഡി. 3 into 3500. ബി സി നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് 3500. സോ 3500 സി ഡി എക്സ് ആണെന്നറിയാം, ഈക്വൽ ടു 3 into 3500. ഗൈസ്, ഈ കാണുന്ന 3500 അപ്പുറം പോയി. സോ 3 times 3500 minus 3500, it is same as 2 times 3500. Then x, which implies x equal to 7000. ഇതാണ് x meter, 7000 meter. Therefore speed എന്ന് പറയുന്നത് distance by time. Distance 7000 by time, you know, it is 30 seconds. Yeah, 30 seconds. 30 seconds. It is same as 700 divided by 3. ശ്രദ്ധിക്കണം, ഇത് മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മക്കളെ സ്പീഡ്. ഓക്കെ, സോ സ്പീഡ് ഇറ്റ് സെയിം ആസ് 700 divided by 3 meter per seconds. That's all. സോ ഇത്ര മാത്രമാണ് ഈ ചോദ്യം. എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇവിടെ കിലോമീറ്റർ പെർ അവറിലേക്കൊന്നും ആക്കാൻ വേണ്ടി എവിടെയും പറയുന്നില്ല. ഓക്കെ,
എവിടെ നിന്നാണ് കിലോമീറ്റർ പെർ അവറിലേക്കൊന്നും ആക്കാൻ പറയുന്നില്ല. ഇൻ കേസ് കിലോമീറ്റർ പെർ അവറിലേക്ക് അങ്ങനെ മാറ്റാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5 ചെയ്യാം. ഈ കാണുന്ന മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഇൻറ്റു 18/5. അപ്പം കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് മക്കളെ നിങ്ങൾക്ക് കിലോമീറ്റർ പെർ അവറിൽ ഉണ്ടാവുക. ദാറ്റ്സ് ഓൾ ഗൈസ്. സോ ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ്. ഇനി എന്ത് ചോദ്യങ്ങൾ ഒന്നെണ്ണം ബാക്കിയുണ്ട്. ആ കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് ഇപ്പോൾ തന്നെ ചെയ്ത ചോദ്യവുമായിട്ട് വളരെ സാദൃശ്യമുള്ള നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന 2024 ചില ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഹോംവർക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ നിങ്ങളിലേക്ക് ഇനി വരുമ്പോൾ ഈ 2 ചോദ്യങ്ങൾ കൂടിയും ഡിസ്കസ് ചെയ്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്ന ഗൈസോ. എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിക്കുക. സോ സീ യു ഓൾ ഗൈസ്. ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് എ കെ ഫ്രം Xylem Learning.